ഹായ് ഫ്രണ്ട്സ്, മാജിക് അവേഴ്സിൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ പ്രമുഖ ആപ്പായ ടിക്ടോക്കിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പ്രമുഖ സോഷ്യൽ നെറ്റ്വർക്ക് ആപ്പായ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ ടിക്ടോക്കിൻ്റെ ഈ ഒരു ഫീച്ചർ നമുക്ക് തിരികെ ലഭിക്കുകയാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്ന് മാത്രമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ആപ്പ് ഓപ്പണായി വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പുതിയ മാറ്റങ്ങളൊന്നും അവിടെ കാണാൻ സാധിക്കില്ല. നമ്മുടെ താഴെയുള്ള ആ ഒരു സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു കാറ്റഗറി നമുക്കവിടെ കാണാൻ സാധിക്കും. റീൽസ് എന്നായിരിക്കും ആ കാറ്റഗറിയിലെ നെയിം. അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടിക്ടോക്കിന് സമാനമായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് നമുക്കവിടെ കാണാൻ കഴിയും. അതിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിതിലേക്ക് വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നത് നോക്കാം. നമ്മുടെ ഹോം പേജിൽ വന്ന ശേഷം ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ആ ഒരു ഇൻ്റർഫേസ് നമുക്ക് ഓപ്പണായി ലഭിക്കും. അതിന് താഴെ റീൽസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടിക്ടോക്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു അതേ ഓപ്ഷൻസുകളും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഡിയോസ് അപ്ലൈ ചെയ്യാനുള്ള, നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓഡിയോസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള എഫക്റ്റ് കൊടുക്കാനുള്ള ഫിൽറ്റേഴ്സും, പിന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്ന ആ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ടൈമും എല്ലാം നമുക്ക് അതിൻ്റെ സൈഡിൽ ഓപ്ഷനുകൾ കാണാൻ കഴിയും. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ ഈ ഒരു വീഡിയോ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ റെക്കോർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ ലഭ്യമാണ്. അത് കഴിഞ്ഞ് നമ്മളത് സെൻഡ് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്ലോഡ് മാത്രമല്ല, നമ്മുടെ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാനും നമ്മുടെ ഫോണിലേക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും